രാഹുലിന് പലപ്പോഴായി പരാതിക്കാരി പണം നൽകിയതിന്റെയും സൺസ്ക്രീൻ അയച്ചു നൽകിയതിന്റെയും രേഖകളാണ് അവർ പുറത്തുവിട്ടത്. കേസ് താഴെ വീഴാൻ ഇത് മാത്രം പോരെ? ഉഭയകക്ഷി സമ്മതപ്രകാരമാണെന്ന് തെളിയിക്കാൻ ഇതിനപ്പുറം എന്തെങ്കിലും ഒരു പോസിബിലിറ്റി വേണോ? ലക്ഷ്മി പത്മ പങ്കുവച്ച സ്ക്രീൻഷോട്ടുകളിൽ പണം അയച്ച ഒരു പ്രത്യേക തീയതി മാത്രം മറച്ചുവെച്ചത് എന്തിനാണെന്ന് ഫെനി നയനാൻ തുറന്നു കാണിക്കുന്നു. ഒരു കാര്യം ഷുവറാണ്, അവൾ നമ്മളെക്കാട്ടിലും ഫ്രോഡാണ്. ഞാൻ അബോട്ട് ചെയ്തിട്ടില്ല. സോ അപ്പോ ആരായിരിക്കും അബോട്ട് ചെയ്തിട്ടുണ്ടാവുക എനിക്കറിയില്ല. ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഡിജിറ്റൽ ആണെന്ന് അവർ പറയുന്നുണ്ടല്ലോ. എന്താ രാമേന്ദ്ര പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. ലക്ഷ്മി പത്മാജി, ഒരൊറ്റ ചോദ്യം. ലക്ഷ്മി പത്മാജിയുടെ ഇന്നലത്തെ പോസ്റ്റ് ഭയങ്കര വൈറലായി. ഇവരിങ്ങനെ എന്നെ പറ്റിയിട്ടുള്ള കഥകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് 4 പ്രധാനപ്പെട്ട ജേർണലിസ്റ്റുകൾ, ഒരു ജേർണലിസ്റ്റിന്റെ പാർട്ണർ, കോൺഗ്രസിനകത്താണ് എന്ന് കോൺഗ്രസുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ട്രൈറ്റർ. പോയിന്റിലോട്ട് വരാം. കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന തെളിവുകളടക്കം രാഹുലിനെതിരെയുള്ള വാട്സ്ആപ്പ് സ്ക്രീൻഷോട്ടുകളും ചാറ്റുകളും അടക്കം വളരെ 21ഓളം കോണ്ടന്റ് ഇട്ടിട്ടുണ്ട്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിന് അങ്ങോട്ട് കാശ് കൊടുക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിന് ആ സ്ത്രീ അങ്ങോട്ട് അയച്ചു കൊടുത്ത കാശ്, രാഹുൽ മാങ്കൂട്ടത്തിന് മേടിച്ചു കൊടുത്ത സാധനങ്ങൾ എന്ന് പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ എന്ത് എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. 24 ന്യൂസ് ചാനലിൽ ഹാഷ്മി താജ് ഇബ്രാഹിമിന് നൽകിയ അഭിമുഖത്തിൽ രാഹുൽ സ്വന്തം വാദങ്ങൾ നിരത്തി രംഗത്ത് വന്നു. അഭിമുഖത്തിൽ താൻ സാമ്പത്തിക ചൂഷണം നടത്തിയെന്ന 3ാമത്തെ പരാതിക്കാരുടെ ആരോപണവും രാഹുൽ തള്ളി. ഫ്ളാറ്റ് വാങ്ങിത്തരാൻ താൻ ആവശ്യപ്പെട്ടില്ല, ചെരുപ്പ് വാങ്ങിത്തന്നു എന്ന ആരോപണം വസ്തുതാവിരുദ്ധം, മെസ്സേജുകൾ മുഴുവൻ പുറത്തുവിടണമെന്നും ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ട ചാറ്റിലെ 5 മെസ്സേജുകൾ മുകളിലേക്കും 5 മെസ്സേജുകൾ താഴോട്ടും പുറത്തുവിടാൻ തയ്യാറുണ്ടോ എന്നും രാഹുൽ വെല്ലുവിളിച്ചിരുന്നു. രാഹുലിന്റെ വെല്ലുവിളിക്ക് പിന്നാലെ വിഷയത്തിൽ രാഹുൽ നൽകിയ സാമ്പത്തിക സഹായവുമായി ബന്ധപ്പെട്ട രേഖകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മ രംഗത്ത് വന്നു. എന്തോ കൈയുണ്ട്. എന്നിട്ട് പാലക്കാട് MLA അഭിമുഖം എടുത്ത ഹാഷ്മിയെ വിമർശിച്ചുകൊണ്ടാണ് ലക്ഷ്മി പത്മ രംഗത്ത് വന്നത്. ഭയങ്കരം തന്നെ. രാഹുലിന് പലപ്പോഴായി പരാതിക്കാരി പണം നൽകിയതിന്റെയും സൺസ്ക്രീൻ അയച്ചു നൽകിയതിന്റെയും രേഖകളാണ് അവർ പുറത്തുവിട്ടത്. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മ പുറത്തുവിട്ട സ്ക്രീൻഷോട്ടുകളിലെ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഫെനിയുടെ വിമർശനം. നീ പറയുന്നത് ശുദ്ധ മണ്ടത്തര. ക്രൂരമായ ലൈംഗിക അതിക്രമം നേരിട്ടു എന്ന് പറയുന്ന പരാതിക്കാരി ആരോപണ വിധേയനായ വ്യക്തിക്ക് പണവും സമ്മാനങ്ങളും നൽകിയതിലെ യുക്തിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. പരാതിക്കാരി തനിക്ക് പണം അയച്ചിട്ടില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് ഫെനി നയനാൻ ചൂണ്ടിക്കാണിക്കുന്നു. മറിച്ച് താൻ പണം ആവശ്യപ്പെട്ടതിന്റെ തെളിവ് പുറത്തുവിടാനാണ് അദ്ദേഹം വെല്ലുവിളിച്ചത്. ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഡിജിറ്റൽ ആണെന്ന് അവർ പറയുന്നുണ്ടല്ലോ. ഞാൻ അവരോട് ഇന്നത്തെ ദിവസം വരെ 1 രൂപ, ഒരുപാട് രൂപ വേണ്ട, 1 രൂപയെങ്കിലും ആവശ്യപ്പെടുത്തിട്ടുള്ള ഒരു മെസ്സേജ് അവർക്ക് പുറത്തുവിടാനുണ്ടോ? എങ്ങനെ ഇരിക്കണം? ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ലക്ഷ്മി പത്മ തയ്യാറാണോ എന്ന് ഫെനി ചോദിക്കുന്നു. ലക്ഷ്മി പത്മ പങ്കുവച്ച സ്ക്രീൻഷോട്ടുകളിൽ പണം അയച്ച ഒരു പ്രത്യേക തീയതി മാത്രം മറച്ചുവെച്ചത് എന്തിനാണെന്ന് ഫെനി നയനാൻ തുറന്നു കാണിക്കുന്നു. ഏപ്രിൽ 14, 2024 നിങ്ങൾ മറച്ച ആ തീയതി. ഏപ്രിൽ 8 ക്രൂരമായ ബലാത്സംഗം നടന്നതെന്ന് പരാതിക്കാരി ആരോപിക്കുന്നു. അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. ബലാത്സംഗം നടന്ന് 6ാം ദിവസം ആ മുറിവ് മായുന്നതിന് മുൻപേ ആരോപണ വിധേയന് 10,000 രൂപ അയച്ചു കൊടുത്തതിലെ ലോജിക് താങ്കൾക്ക് പോലും ദഹിക്കാത്തതുകൊണ്ടാണോ തീയതി മറച്ചത്? ഫെനി നയനാൻ ചോദിക്കുന്നു. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. ബലാത്സംഗം ചെയ്യുകയും മുഖത്ത് തുപ്പുകയും ചെയ്ത ഒരാൾക്ക് പിന്നീട് ഇത്രയധികം സമ്മാനങ്ങളും പണവും അയച്ചു കൊടുക്കുന്നതിലെ അസ്വാഭാവികതയാണ് ഈ റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത്. എവിടൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞ് നടന്നുണ്ട്. പണം അയച്ച തീയതി ബോധപൂർവം മറച്ചുവെച്ചത് പീഡനാരോപണത്തെ പ്രതിരോധത്തിലാക്കുമെന്ന ഭയത്താലാണോ എന്ന സംശയവും ഫെനി നയനാൻ ഉന്നയിക്കുന്നു. ഒരൊറ്റ ചോദ്യം ലക്ഷ്മി പത്മാജിയോട് ചോദിച്ചോട്ടെ. അവർ പരാതിക്കാരിയോട് /അതിജീവിതയോടൊപ്പമാണ്, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തലിനോടൊപ്പമാണ്, കാരണം രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ഭാഗമാണ് ശരി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒരൊറ്റ ചോദ്യം ചോദിച്ചോട്ടെ, ഈ പീഡിപ്പിച്ചവന് അങ്ങോട്ട് ആരാ കാശ് കൊടുക്കുന്നത്?
ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. ആദ്യം കണ്ടപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കയറി പീഡിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങളാണല്ലോ അവരുടെ മൊഴിയായിട്ടും വാദമായിട്ടും പുറത്തു വന്നിരിക്കുന്നത്. ആദ്യം കാഴ്ചയിൽ തന്നെ പീഡിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിന് ഗോട്ട് മിൽക്കും സൺസ്ക്രീനും ഷാംപൂവും എന്തിനാണ് ഇവർ മേടിച്ചു കൊടുക്കുന്നത്? ഒരു സുഖം നമുക്ക് ആരെയും കളിപ്പിക്കാൻ വേണ്ടല്ല, എന്തോ ഇവിടുന്ന് കരിച്ചിങ്ങനെ വരും. അത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? റേപ്പ് ചെയ്യുന്ന, പീഡിപ്പിക്കുന്ന, ബലാത്സംഗം ചെയ്യുന്ന ആർക്കെങ്കിലും ഷാംപൂവും കാര്യങ്ങളും ഒക്കെ മേടിച്ചു കൊടുക്കൂ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഭയങ്കരമായ ആള്. അതിജീവിതക്കെതിരെ ദുർബല വാദമുഖങ്ങൾ ഉയർത്താൻ ഒരു മടിയും കാണിക്കാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് ഗർഭചിത്രം അടക്കമുള്ള ഗുരുതര പരാതികളെ കുറിച്ച് മിണ്ടാത്തത്? തീർച്ചയായും കോടതിയുടെ പരിഗണനയിലാണ്. അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ടേ? പക്ഷെ എങ്ങനെയാ ഈ ദുർബല വാദഗതിയാകുന്നത്? യഥാർത്ഥത്തിൽ ലക്ഷ്മി പത്മാജി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദുർബല വാദഗതി ആരുടെയാണ്? ആദ്യ കാഴ്ചയിൽ തന്നെ പീഡനം നടന്നു എന്ന് പറയുന്ന ആ പെൺകുട്ടി പിന്നീട് ഇത്രയും കാര്യങ്ങൾ മേടിച്ചു കൊടുക്കുകയും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ പിന്നെ എങ്ങനെയാണ് മാഡം ഇത് പീഡനമാകുന്നത്? എങ്ങനെയാണത് എന്താ പറയണേ, റേപ്പ് ആവുന്നത്? എനിക്കത് മനസ്സിലാകുന്നില്ല. ഞാൻ വളരെ ജെന്യൂൻ ആയിട്ടാണ് പറയുന്നത്. ഒരു കാര്യത്തിൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് വന്നത്. ഞാൻ ഒരു ഫോട്ടോ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു സാരി ഉടുത്തിട്ട് ഒരു ഫോട്ടോ ഓഫീസിൽ. അതിന്റെ താഴെ വന്ന് ഒരു വനിതാ കോൺഗ്രസ് നേതാവ് അബോർട്ട് ചെയ്തതിന്റെ ഗമയാണോ എന്ന് ചോദിച്ചു. ഞാൻ അബോർട്ട് ചെയ്തിട്ടില്ല. സോ അപ്പോ ആരായിരിക്കും അബോർട്ട് ചെയ്തിട്ടുണ്ടാവുക? എനിക്കറിയില്ല. എന്തെങ്കിലും അബോർഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഇഷ്യൂ ഞാനുമായി ബന്ധപ്പെട്ട് ഞാൻ ഉയർത്തിയിട്ടില്ല. അപ്പോൾ റിയൽ ആയിട്ടുള്ള ഇഷ്യൂസ് കണ്ടുപിടിക്കുകയാണ് നേതാക്കന്മാർ ചെയ്യേണ്ടത്, അതല്ലാതെ മറ്റുള്ളവരെ വ്യക്തിഹത്യ ചെയ്യലല്ല. ഒരു സാധാരണ പുരുഷന്റെയോ മനുഷ്യന്റെയോ ലോജിക്കായിട്ട് എടുത്താൽ മതി. എന്താ ഉറക്കം വരുന്നു. ഇത്രയൊക്കെ ആക്റ്റീവ് റിലേഷനും പരസ്പര ധാരണയും താല്പര്യങ്ങളും ഒക്കെ ഉണ്ടായതിനു ശേഷം ഒരു സുപ്രഭാതത്തിൽ വന്ന് ഇതെല്ലാം പീഡനമായിരുന്നു എന്ന് പറയുന്നതിന് എന്തെങ്കിലും ലോജിക് ഉണ്ടോ? അങ്ങനെ പറഞ്ഞു കൊടുക്കണ. ഒരേ സമയം രാഷ്ട്രീയ നേതാവിന് ഇതെങ്ങനെ സാധ്യമാകുന്നു എന്ന ധാർമ്മികമായ ചോദ്യം ഹാഷ്മിക്ക് ചോദിക്കായിരുന്നു. അങ്ങനെ ഒരു സ്ത്രീയോട് തിരിച്ച് ഹാഷ്മി ചോദിച്ചാൽ നിങ്ങൾ മോറൽ പോലീസ് ചെയ്യേണ്ട, സദാചാര ആങ്ങളെ ആകണ്ട, സദാചാര പോലീസ് ആകണ്ടെന്നല്ലേ സ്ത്രീപക്ഷവാദികൾ പറയുന്നത്? വിവാഹം കഴിച്ച സ്ത്രീയോട് ഇത് ചോദിച്ചാൽ അത് സദാചാരത്തിന്റെ പ്രശ്നവും വിവാഹം കഴിക്കാത്ത രാഹുലിനോട് ചോദിക്കാത്തത് ഹാഷ്മിയുടെ ധൈര്യക്കുറവുമാകുമോ? ഹാഷ്മി അവരുടെ ചങ്ക് തകരുമെന്ന് എന്ത് ചങ്കാണ് തകരുന്നത് മാഡം? രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചങ്ക് തകർന്നത് മാഡം കണ്ടില്ലേ? രാഹുലിന്റെ അമ്മയുടെ ചങ്ക് തകർന്ന് കണ്ടില്ലേ? രാഹുലിന്റെ സഹോദരിയുടെ ചങ്ക് തകർന്ന് കണ്ടില്ലേ? അവരുടെ കുടുംബത്തിനില്ലാത്ത എന്ത് ചങ്ക് തകർച്ചയാണ് പേരില്ലാതെ, രൂപമില്ലാതെ, മുഖമില്ലാതെ നിൽക്കുന്ന ഈ പരാതിക്കാർക്കുള്ളത്? ലക്ഷ്മി പത്മ മാം ചിന്തിക്കേണ്ട കാര്യമാണ്. കോടതി വേട്ടക്കാരനെന്ന് വിളിച്ചോ? കോടതി ഈ ആരോപണം നിലനിൽക്കില്ലെന്നല്ലേ പറഞ്ഞത്? നിലനിൽക്കില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് വേട്ടക്കാരനും മറ്റു പരാതിക്കാരെങ്ങനെയാണ് അതിജീവിതമാരും ആകുക? ഒരു മര്യാദ വേണ്ടേ? ഈ ലൈംഗിക അതിക്രമം നടക്കുന്നവന് ഷാംപൂവും ഫേസ് വാഷും സ്ക്രീനും മുഖത്ത് തേക്കാനും ഒക്കെയുള്ള സാധനങ്ങൾ ശരിക്കും യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിയാണ് ഈ സാധനങ്ങളെല്ലാം കോടതി കൊടുത്തെങ്കിൽ കേസ് താഴെ വീഴാൻ ഇത് മാത്രം പോരെ? ഉഭയകക്ഷി സമ്മതപ്രകാരമാണെന്ന് തെളിയിക്കാൻ ഇതിനപ്പുറം എന്തെങ്കിലും ഒരു പോസിബിലിറ്റി വേണോ? ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. ഇത്തരം കാര്യങ്ങളും കൂടെ ചിന്തിക്കണം. ആണിനെ ഏകപക്ഷീയമായി വേട്ടയാടരുത് എന്ന് മാത്രം നിങ്ങളോടൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രയും മതിയോ? അതോ ഇനിയും വേണോ?